ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഞാൻ വന്നത് ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. അതിനിതാ ഇവിടെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിൻ്റെ പച്ച ചുവ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇവിടെ ഇതിലേക്ക് ഞാൻ രണ്ട് ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഉള്ളി നല്ലോണം ഒന്ന് കളർ മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ നല്ല കളർ മാറി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അത് നല്ല മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണിൽ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് കുരുമുളക് പൊടി 2 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക 2 സ്പൂണ്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാ ഉള്ളിയും ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചിക്കൻ ഉപ്പും മുളകും മസാലപ്പൊടിയെല്ലാം ഇട്ട് നല്ലോണം പൊരിച്ചെടുത്തതായത്. എന്നിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എല്ലാം റെഡിയായി. ഇതിവിടെ മാറ്റി വെക്കാം. ഇത് മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കവറ് ചെയ്യാനുള്ളതാണ് ഈ കുഴച്ചെടുത്തിട്ട്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് കൊണ്ടിട്ടുള്ളൊരു പപ്സാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത്. നല്ല അടിപൊളി സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. അപ്പോൾ ഞാനിതാ മൈദ നല്ലോണം കുഴച്ച് റൗണ്ടിൽ പരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബ്രെഡ് 2 പീസാക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് ഞാൻ ഇവിടെ അതും വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാല, ഉള്ളി, ഇറച്ചി എല്ലാം കൂടിയിട്ടുള്ള മസാല. പിന്നെ ഇതിന് വേണ്ടത് മുട്ടയാണ്. മുട്ട ഒന്ന് മുറിച്ചെടുക്കാം. 2 പീസായിട്ട് അല്ലെങ്കിൽ 4 പീസായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഇപ്പം 4 പീസായിട്ടാണ് മുറിച്ചെടുത്തത്. അപ്പം ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ബ്രെഡ് ഒന്ന് എടുക്കാം. സ്പൂണൊക്കെ ഇട്ടത് ഇത് ഈ ബ്രെഡിന്മേലേക്ക് നമ്മൾ ഈ ഉള്ളിയും ഇറച്ചിയുള്ള മസാല ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് നല്ലോണം വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു പീസ്
മുട്ട ഇതിൻ്റെ മേലെ വെക്കുക. ഈ കട്ട് ചെയ്ത ഒരു പീസും കൂടെ അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഈ ചപ്പാത്തി മൈദൻ്റെ ചപ്പാത്തി പോലെ പരത്തി എടുക്കുക. ഇതിൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബ്രെഡിനെ ഫുള്ളും കവർ ചെയ്തിട്ട് ചെയ്യാം. ഇതേപോലെ ഉണ്ടാകും. അടുത്തതും ഇതേപോലെ തന്നെ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ തന്നെ ഈ മസാല ഈ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കാം. ഒരു ബ്രെഡ് ഇതേപോലെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഒന്നും കൂടി ഞാൻ ഈ പരത്തി വെച്ച ഇതെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇത് വെക്കുക. എന്നിട്ട് ഒന്നും കൂടി കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഞാനെല്ലാം ചെയ്ത് എടുക്കാം. നമ്മളിതാ ഈ ബ്രെഡെല്ലാം മൈദയിൽ നല്ലോണം കവർ ചെയ്ത് എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ പപ്സ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് ഞാനിതാ ഗ്യാസിൻ്റെ മുകളിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. തീയൊന്ന് ചെറുതാക്കി ബ്രെഡ് പിന്നെ ഈ മൈദൻ്റെ അപ്പോൾ നേരെ ഇത് പരത്തിയിട്ട് കവർ ചെയ്ത് കൊണ്ടിട്ട് ചെറിയ തീയിൽ നമുക്കിത് ഒന്ന് പൊരിച്ചെടുക്കാം. അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു പപ്സാണ് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിയും ചിക്കൻ്റെ എല്ലാം പഴവും മുട്ടയെല്ലാം വെച്ചുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഇതിന് കോരി എടുത്തത് നമ്മളത് ബ്രെഡിൻ്റെ പപ്സ് ഇവിടെ റെഡിയായി. ഇത് പൊരിഞ്ഞ് വന്നതിന് കോരി ഞാൻ എടുക്കട്ടെ. ഞാൻ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇട്ട് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇതങ്ങനെ ഒന്ന് തിരിച്ചു അപ്പോൾ ഒന്നി വരുന്നതുകൊണ്ട് ഇതപ്പോൾ കരിഞ്ഞില്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇതെല്ലാം പൊരിച്ച് നമ്മൾ എടുക്കാം. പപ്സിന്റെ ബ്രെഡ് ഫുള്ള് റെഡിയായി. ബ്രെഡിന്റെ പപ്സിന്റെ പപ്സിന്റെ കൊണ്ടുള്ള പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഈ റെസിപ്പി നോക്കി ഇതേപോലെ തന്നെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.